നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരനെയും വ്യാപാര സ്ഥാപനത്തിലും ഇടിച്ച് അപകടമുണ്ടായത് അടൂപ്പറമ്പിൽ. തിങ്കളാഴ്ച രാവിലെ 10ഓടെയാണ് അപകടമുണ്ടായത്. 2 പേർക്ക് പരിക്ക്. SSLC +2 പരീക്ഷകൾക്ക് തുടക്കം. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയത് 3667 വിദ്യാർത്ഥികൾ. പരീക്ഷകൾ 26-ന് സമാപിക്കും. നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് വൈദ്യുത പോസ്റ്റിലും വീടിന്റെ മതിലിലും ഇടിച്ചു കയറി അപകടമുണ്ടായത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ പുളിഞ്ചോട് കവലയിൽ. യാത്രക്കാർക്ക് പരിക്കുകളില്ല. ആരക്കുഴയുടെ വികസനത്തിനായി ആം ആദ്മി പാർട്ടി. പ്രതിഷേധം 8-ന്. അടിസ്ഥാന പരിസ്ഥിതി സൗകര്യ വികസനം, തൊഴിലാളികളുടെ അവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉന്നയിച്ചാണ് പ്രതിഷേധം. വാന നിരീക്ഷണ പഠനാനുഭവം നേടി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശീയ ശാസ്ത്ര ദിനാഘോഷത്തോടനുബന്ധിച്ച് വാന നിരീക്ഷണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളോർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം. ശ്രീകോവിലിന്റെ കട്ടിളവയ്പ് ചടങ്ങ് നടത്തി. കട്ടിള സ്ഥാപിച്ചത് ക്ഷേത്രം മേൽശാന്തി പുളിക്കാപ്പറമ്പ് ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കൃഷ്ണശിലയിലാണ് കട്ടിള നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ തൊടുപുഴ ഹൈവേയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരനെയും വ്യാപാര സ്ഥാപനത്തിലേക്കും ഇടിച്ചു കയറി അപകടം. തിങ്കളാഴ്ച രാവിലെ 10ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ തൊടുപുഴ ഹൈവേയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരനെയും തുടർന്ന് വ്യാപാര സ്ഥാപനത്തിലേക്കും ഇടിച്ചു കയറി അപകടം. തിങ്കളാഴ്ച രാവിലെ 10ഓടെ അടൂപ്പറമ്പിലാണ് അപകടമുണ്ടായത്. തൊടുപുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിൽ നിന്നിരുന്ന പ്രദേശവാസിയായ സുധീറിനെ ഇടിച്ച ശേഷം സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരാണ് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നത്. അപകടത്തിൽ കാൽനട യാത്രക്കാരനും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവർ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 3667 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. പരീക്ഷകൾ 26-ന് സമാപിക്കും. സംസ്ഥാനത്തെ SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിലും 2 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും 1 സ്പെഷ്യൽ സ്കൂളിലുമാണ് SSLC പരീക്ഷകൾ നടക്കുന്നത്. പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിൽ നിന്ന് 3601 കുട്ടികളും 2 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് 60 കുട്ടികളും 1 സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് 6 വിദ്യാർത്ഥികളും ആദ്യ ദിനം പരീക്ഷ എഴുതി. 374 കുട്ടികൾ പരീക്ഷ എഴുതുന്ന വീട്ടൂർ എബനേസർ സ്കൂളിലാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 3 വിദ്യാർത്ഥികൾ വീതം പരീക്ഷ എഴുതുന്ന GHS ശിവൻകുന്ന്, NSSHS മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. മലയാളം ഭാഗം 1 ആദ്യ ദിവസത്തെ പരീക്ഷ. വിചാരിച്ചതിലും കൂടുതൽ പരീക്ഷ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എളുപ്പമായിരുന്നു. ടെൻഷൻ അടിച്ചതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷയെക്കാട്ടി എക്സാം എളുപ്പമായിരുന്നു. നടന്നുകൊണ്ടിരിക്കുക. മോഡലും പ്രീ മോഡലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ടെൻഷൻ്റെ ഒരു ചെറിയ ആദ്യമായിട്ട് ഇന്ന് പബ്ലിക് എക്സാം ആയതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എളുപ്പമായിരുന്നു എക്സാം. പിന്നെ ടെൻഷന് കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ടീച്ചർമാരൊക്കെ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ടിറ്റോ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല മോട്ടിവേറ്ററാണ്. സാർ നല്ലപോലെ മോട്ടിവേഷനൊക്കെ ഓറിയന്റേഷൻ ക്ലാസ്സൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പളും കുറേ ഓറിയന്റേഷൻ ക്ലാസ്സസ് നടത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പരീക്ഷാ ഡ്യൂട്ടിക്കായി 52 ചീഫ് സൂപ്രണ്ടുമാരെയും 52 ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരെയും 350 ഇൻവിജിലേറ്റർമാരെയും നിയമിച്ചിട്ടുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ DEO, DD, DGE തലത്തിലും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും പ്രത്യേകം സ്ക്വാഡുകൾ സ്കൂളുകളിൽ പരിശോധന നടത്തും. ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷയും തിങ്കളാഴ്ച ആരംഭിച്ചു. SSLC +2 പരീക്ഷകൾ 26-ന് സമാപിക്കും. നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് വൈദ്യുത പോസ്റ്റിലും വീടിന്റെ മതിലിലും ഇടിച്ച് അപകടം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ ഞായറാഴ്ച രാത്രി 7:30ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പാവൂരിൽ നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് പോകുകയെന്ന KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുളിഞ്ചോട് കവലയിലെ മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള വൈദ്യുത പോസ്റ്റിലേക്കും സമീപത്തെ വീടിന്റെ മതിലിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ KSRTC ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും വീടിന്റെ മതിൽ ഭാഗികമായും തകർന്നു.
ബസ് ഇടിച്ചതിനെ തുടർന്ന് വൈദ്യുത കമ്പികൾ റോഡിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി തടസ്സം നേരിടുകയും ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് KSEB അധികൃതർ എത്തി പോസ്റ്റിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും ലൈൻ കമ്പികൾ റോഡിൽ നിന്ന് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു KSRTC ബസ്സിൽ കയറ്റി അയച്ചു. അടിസ്ഥാന പരിസ്ഥിതി സൗകര്യങ്ങളുടെ വികസനം, തൊഴിലാളികളുടെ അവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കായി ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ശനിയാഴ്ച ആരക്കുഴയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് മീങ്കുന്നം കവലയിൽ സമാപിക്കും. ആരക്കുഴ മുതൽ മീങ്കുന്നം വരെയുള്ള റോഡിൽ ടാറിങ്ങിന് വീതി കുറവായത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നതായി ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടി. മൂടിയിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് അടഞ്ഞുകിടക്കുന്നതും ലക്ഷം വീടുകളുടെ നവീകരണം, മലിനീകരണ വ്യവസായങ്ങൾ അടച്ചുപൂട്ടൽ, വായനശാല പുനരുദ്ധാരണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിൽ ഉന്നയിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്ര ദിനാഘോഷത്തിൽ വാനനിരീക്ഷണ പഠനാനുഭവങ്ങൾ നേടി പേടിക്കപ്പള്ളി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ. ദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വാനനിരീക്ഷണ ക്ലാസ് സംഘടിപ്പിച്ചു. പുസ്തകത്തിലൂടെ പരിചയപ്പെട്ട ആകാശവിസ്മയങ്ങളെക്കുറിച്ച് നേരറിവ് നേടുന്ന പഠന പ്രവർത്തനം വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെയും ശാസ്ത്ര കൂട്ടുകാർ സ്കൂൾ സയൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വെള്ളൊടുക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീകോവിലിന്റെ കട്ടിളവയ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി പുളിക്കാപ്പറമ്പ് ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കട്ടിള സ്ഥാപിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച കൃഷ്ണശിലയിലാണ് കട്ടിള നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് പുതുതായി നിർമ്മിക്കുന്ന ഗോശാലയോട് കൂടിയ കൃഷ്ണന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിനുള്ള സ്ഥാനം നിർണയിച്ച് കുറ്റി സ്ഥാപിക്കുന്ന ചടങ്ങും നടത്തി. മുളവൂർ PO ജംഗ്ഷൻ പൊന്നിരിക്കൽ ബാവ മുഹമ്മദ് 87 നിര്യാതനായി. ഖബറടക്കം നടത്തി. ചെറുവട്ടൂർ കാമ്പത്ത് കുടുംബാംഗം ഖൈദീജയാണ് ഭാര്യ. മക്കൾ ബാവ, യൂസുഫ്, നാസർ, സലീം, സൽമ, ഷാജിദ, സാദിഖ്, ജാസ്മി, സർജ. മരുമക്കൾ സൽമ, ഫാത്തിമ, നസീമ, ശൈലജ, അബ്ബാസ്, അഷറഫ്, റോബിയ, നൌഷാദ്, സാദിഖ്. വാഴപ്പള്ളി ഗീതാഭവനിൽ ഗിരീഷ് കുമാർ നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച 12-ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു. സഹോദരങ്ങൾ ഗീത, അനിൽകുമാർ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.